ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനാണ് കാവ്യലക്ഷ്മി. മഴ പെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോവാണ്. തേങ്ങ വീണിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയതാണ്. അത്രയും നല്ല മഴയല്ലേ. തെങ്ങിൽ തേങ്ങ ഇടിയിക്കാറുണ്ട്. ആകെ ഞങ്ങൾക്ക് 3 തെങ്ങുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ 3 തെങ്ങിനായിട്ട് ആരും അങ്ങനെ വലിയ കാര്യമായിട്ട് ഇടാൻ വരാറില്ല. പിന്നെ വിളിച്ചാൽ ഭയങ്കര ഡിമാൻഡോ, അത് കാരണം അങ്ങനെ വിളിക്കാറുമില്ല. പിന്നെ ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ എന്ന് വെളിച്ചെണ്ണ ആട്ടാൻ വേണ്ടി വെട്ടി വെച്ചാലും അന്നൊക്കെ മഴ പെയ്ത് ആകെ മൊത്തം കുളമാവും. പിന്നെ നമ്മളവരങ്ങനെ വീട്ടിലിരിക്കാത്ത ആൾക്കാരായത് കാരണം അങ്ങനെ കൊപ്രയൊന്നും ഉണക്കാൻ വെക്കാറില്ല. വളരെ ചുരുക്കമാണ്. വെക്കണം എന്നൊക്കെ പണി കിട്ടാറുണ്ട്. പിന്നെ ഇതേ മുകളിൽ കുറച്ച് കാന്താരി മുളകൊക്കെ നിൽക്കണ്ടേ. നമ്മൾ തൈ നട്ടതൊന്നും അല്ല, ഇത് കിളികളാ. വേറെ തൈകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ കിളികൾ കൊത്തിപ്പറിച്ച് ഇതാക്കി കാഷ്ടിച്ച് അങ്ങനെ ചെറിയ തൈന് മുളച്ചുണ്ടായതാണ് ഈ കാന്താരിയൊക്കെ. മുകളിലാണെന്നുണ്ടെങ്കിലും കാന്താരിക്ക് കഴിഞ്ഞാൽ മുകളിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ചു കൊടുക്കും. പ്ലാവും തൈയും എല്ലാം ഉണ്ട്. ഈ കാണുന്ന മൽബറി ഉണ്ടല്ലോ, വെട്ടണം വെട്ടണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികമായി. ഇതിൽ കായ ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ട്, മീൻസ് ഭയങ്കര കുറവും. പിന്നെ ഇതിൻ്റെ ഇലയിലേക്ക് എന്താണ്ടൊക്കെ കീറി തുടങ്ങി. മറ്റേ നീര് കുടിക്കുന്ന സംഭവമില്ലേ, നമ്മുടെ ബെഡ് ബഗാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഐറ്റത്തിൽ പെട്ടതാന്ന് തോന്നുന്നു. വെള്ള കളറ് ഇല മുഴുവൻ അത് കയറി. ഞാൻ മൽബറി കൊതിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അത് പ്രമാണിച്ച് ഞാൻ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ്. പക്ഷെ അതിന് മാത്രം ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. അത് നാടൻ തന്നെയാണ്. ഞാൻ എപ്പോഴും ഇതിനെ വെട്ടി പ്യൂൺ ചെയ്ത് അങ്ങനെയായിട്ട് നിർത്തും, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അത് മൽബറിയുടെ ഫുൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളൊന്നും ഇല്ല. ഫോണും ഓഫായി. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ചാർജും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളിൽ വന്നിട്ട് മുന്തിരി ഉണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ ഭയങ്കര ദാഹമായിരുന്നു. അപ്പോൾ ആ മുന്തിരി അമ്മ എന്ത് ചെയ്തു വെച്ചാൽ, ഞങ്ങൾ വേവിച്ചൊന്നുമില്ല കേട്ടോ. വേവിക്കാതെ തന്നെ മുന്തിരി ഒറ്റയടിക്ക് നിന്ന് അതിങ്ങനെ കത്തി കൊണ്ട് മുറിച്ച് കുരുവൊക്കെ സെപ്പറേറ്റ് ആക്കി മാറ്റി അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പീൽ ചെയ്തിട്ട് കുറച്ച് നേരം വേണ്ടി വന്നു. ചിലവരൊക്കെ ഈ ഗ്രേപ്പ് ജ്യൂസ് അടിക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ കുരുവൊക്കെ കൂടി അടിക്കുമ്പോൾ ചൊറിച്ചിൽ വരില്ലേ. പിന്നെ അത് പുഴുങ്ങാനും ഇതൊക്കെ ആക്കാൻ നിൽക്കണ്ടേ. ആ നേരം ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു പണി ചെയ്തു. പക്ഷെ കുറച്ചധികം നേരം പോയിട്ടോ. പിന്നെ മൊത്തത്തിൽ അത് അടിച്ചെടുത്തു. പിന്നെ കുറച്ചൊരു തണുത്ത വെള്ളം കൂടി ഒഴിച്ച്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ചെറുത് സ്പൂൺ പിടിച്ചിട്ട് ഇളക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറുതിന് കുറച്ച് നമ്മളന്ന് ഇവിടുന്ന് റിലയൻസിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ ഒതുങ്ങിയൊരു ബൗളാണ്. അപ്പം ഇതിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ, കടുകോ ജീരകോ ഒക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇടാം. ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് മേശപ്പുറത്ത് വയ്ക്കാൻ നല്ലതായിരുന്നു. നല്ല കാണാനും ഭംഗിയാണ്. അപ്പം ചെറുതിന് ഞാൻ ഇതിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ ഗ്ലാസ്സിലും കുറച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ മൊത്തം തട്ടിക്കളഞ്ഞേ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ മുകളിലോട്ട് പോകണം. കുറച്ച് തുണി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്ധ്യയായി. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാനായിട്ട് പോയതാണ്. സന്ധ്യയൊക്കെ കഴിയുമ്പോൾ ശരിക്കും മുകളിലോട്ട് ഇരുട്ടാകുമ്പോൾ നമ്മൾ വീഡിയോ ഒന്നും എടുത്താൽ പോലും അതൊന്നും ക്ലിയറും അല്ല. എന്താ പറയുക, ആകെ മൊത്തം ഒരു ശോകമായ അവസ്ഥയാണ്. സന്ധ്യയായി കഴിയുമ്പോഴേ ചുറ്റിനും നിറയെ വിരുന്നുകാരുണ്ടാവും കേട്ടോ. മീൻസ് നമ്മുടെ മയിലാണ്. അതിപ്പം ഇഷ്ടം പോലെ 6, 7, 8 ഒക്കെ കാണാം. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളായിട്ട് ഇഷ്ടം പോലെ വരും കേട്ടോ. കോഴിക്കുഞ്ഞിൻ്റെ പോലത്തെ അതേ ശബ്ദവും അത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ. കോഴിക്കുഞ്ഞാണോ മയിലും കുട്ടികളാണോ നമുക്ക് സംശയം തോന്നുന്നു. ഒരു മീഡിയം പരിവുള്ളവരൊക്കെ ഉണ്ട്. തൂവലുള്ള ആൺമയിലുണ്ട് ഇഷ്ടം പോലെ. ഇവരുടെ കാഴ്ചകൾ കാണാം. പറന്ന് പോണത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഒരു മരത്തമ്മേന് മറ്റൊരു മരത്തിലേക്ക് പറന്നു പോണതൊക്കെ കാണാൻ നല്ല രസമാണ്. ഇന്ന് പിന്നെ കുറച്ച് ചീരച്ചേമ്പിൻ്റെ ഇല പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് തണ്ടും കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇലയൊക്കെ ഒരു വിധം വലിപ്പം വെച്ച് കഴിഞ്ഞപ്പോൾ അത് മൂക്കല്ലേ. അപ്പൊ അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് തണ്ട് മാത്രം എടുത്തു. അപ്പൊ അതും വേസ്റ്റൊക്കെ കളയാതെ തോരൻ ഉണ്ടാക്കാണ്. നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്ക് അമ്മയുടെ കൂട്ടുകാരി കുറച്ച് മാങ്ങ കൊണ്ടുവന്നു. ഞങ്ങളുടെ ഒരു ആശ്രയം ചേച്ചിയാണ് കേട്ടോ കുറച്ച് മാങ്ങ കൊണ്ടുവരും എപ്പോഴും. നിറയെ മാങ്ങ ഉണ്ടാട്ടെ. ഇതുപോലെ കുറേ അധികം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റട്ടെ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ഇട്ട് വരാം. ബൈ.